യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അതൊഴിവാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയത്. അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ സമർപ്പിച്ച ഹർജി ഈ മാസം 14-ന് സുപ്രീം കോടതി പരിഗണിക്കും. വധശിക്ഷ നടപ്പാക്കുന്നത് തടയാൻ അടിയന്തര നയതന്ത്ര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. നിമിഷപ്രിയയ്ക്കായി പ്രവർത്തിക്കുന്ന സാമുവലും സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയും 4 വിധത്തിലാണ് ഇടപെടലുകൾ നടത്തുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഇതിനായി മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവ് താൽക്കാലികമായി 1 മാസത്തേക്കെങ്കിലും മരവിപ്പിക്കുക എന്നതാണ് ആദ്യ ശ്രമമെന്ന് സാമുവൽ പറഞ്ഞു. ഇന്ന് ഇതിനായി സനായിലേക്ക് പുറപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായി കൂടിക്കാഴ്ചയ്ക്കും ശ്രമിക്കുന്നുണ്ട്. 6 മാസം മുമ്പ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കുടുംബാംഗങ്ങളിൽ ചിലർക്ക് മാപ്പ് നൽകാൻ വിയോജിപ്പുള്ളതാണ് പ്രധാന വെല്ലുവിളി. അതേസമയം വിദേശകാര്യ മന്ത്രാലയം ഇറാനുമായി ആശയവിനിമയം തുടരുകയാണ്. യമനിൽ വിമത വിഭാഗമായ ഹൂതികളുടെ കീഴിലുള്ള ജയിലിലാണ് നിമിഷപ്രിയ. ഇറാനും ഹൂതികളും തമ്മിലുള്ള നല്ല ബന്ധം ഉപയോഗപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. നേരത്തെയും ഈ വിധ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതേസമയം CPM കേന്ദ്ര കമ്മിറ്റിയും കേന്ദ്രത്തോട് ഇക്കാര്യത്തിൽ അനുകൂല സമീപനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഏതാണ്ട് $10 ലക്ഷം ദയാധനമായി നൽകാൻ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തയ്യാറാണ്. തലാലിൻ്റെ കുടുംബം ഇതുവരെ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ടില്ല. നിശ്ചിത സമയത്തിനകം മാപ്പ് നൽകിയാൽ മോചനം സാധ്യമാകുമെന്നാണ് ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.